എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കാർഡ് നോക്കി അതിലൊന്ന് ചൂസ് ചെയ്യുക. പിന്നെ പലപ്പോഴായിട്ട് ആളുകൾ കാർഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ടാരോ റീഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുമ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടി അസംഷൻസിലേക്ക് എടുക്കാറുണ്ട്. അങ്ങനെയല്ലാതെ കാർഡിലേക്ക് നോക്കിയെടുക്കുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമ്പർ 1, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1, ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1, നിങ്ങൾ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പല ആളുകളും ഇൻട്രോ സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. കാരണം കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും അറിയുന്ന ആളുകൾ പലപ്പോഴും അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല, അതുകൊണ്ട് റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. പൈൽ നമ്പർ 1, അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി അതാരായാലും അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, ആദ്യം തന്നെ 3 of Pentacles, Queen of Wands energy. നെക്സ്റ്റ് വന്നിട്ട് 7 of Cups, High Priestess, Page of Pentacles. നെക്സ്റ്റ് വന്നിട്ട് 2 of Cups energy connection. സോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, 3 of Pentacles energy connections ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി അതാരോ തന്നെയായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളെ അവർ കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം പക്വതയും എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടെത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതും, പക്വതയോട് കൂടിയിട്ടുള്ള പെരുമാറ്റം, ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നവരുടെ കാര്യങ്ങൾ കൂടി നോക്കി വളരെ കെയറിങ് ആയിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് മെച്യൂറായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഏതൊരു സാഹചര്യത്തിലും എന്നുള്ളത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുന്നപ്പോൾ വീടൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് വയ്ക്കുന്ന, അല്ലെങ്കിൽ എല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതൊരു ജോലിയിലും അതിൽ ഇഷ്ടത്തോട് ഏത് ജോലി ചെയ്താലും അത് ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പോൾ ആദ്യം പരിചയപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതല്ല എങ്കിലും നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്, അതായത് മനസ്സിലൊന്ന് വെച്ചിട്ട് വേറൊന്നും പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ മറിച്ച് നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് തുറന്ന് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നത്. ചുറ്റുമുള്ള ആളുകൾ, ക്ലോസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ, തുറന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ മനസ്സിൽ പുറത്തും വേറെ വെച്ച് സംസാരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ളൊരു സൗഹൃദമോ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സംഭാഷണമൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട്, സ്പെഷ്യൽ ടാലൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കരിയറിലൊക്കെ വളരെ ഉയർത്തി പോകാൻ കഴിവുള്ള ഒരു വ്യക്തി, പക്ഷെ എന്നാലും അത് അത്രത്തോളം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ്. അതേപോലെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക്, ഹയർ പൊസിഷനിലേക്കൊക്കെ ഒത്ത് എത്താനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിട്ടും നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിലുണ്ട്. ഒത്തിരി കലാപരമായിട്ട് ക്രിയേറ്റീവായിട്ട് കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് 7 of Cups എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 7 of Cups എനർജി സൂചിപ്പിക്കുന്നത്
നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചോയ്സസ് ഉണ്ട്. നിങ്ങൾ ഒരിച്ചിരി അവസരങ്ങൾ മുമ്പിലുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഒരു സ്വപ്നജീവിയാണെന്ന്, അതായത് സ്വപ്നലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്തയും നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട്. പല കാര്യങ്ങൾ കഴിവുകളുണ്ട്, പക്ഷെ നിങ്ങൾ റിയൽ വേൾഡിലല്ല, നിങ്ങളൊരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു തീരുമാനമെടുക്കാൻ ആലോചിച്ച് കണ്ട് തീരുമാനം എടുക്കുമ്പോൾ ഇപ്പം ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു സ്വപ്നജീവിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രത്യേകിച്ച് ഡ്രീംസ്, ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ആംബിഷനൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അത് സ്വപ്നം കാണും, പക്ഷേ അതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എവിടെയോ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഐഡിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്ത, നിങ്ങളുടെ ഒരു തോട്ട്, അതിനുള്ളൊരു അതിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതായത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ഒരു വിഷൻ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്, അത് മാത്രമല്ല അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. സോ ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് വളരെ വിശ്വാസമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടാരോ റീഡർ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെ അടുത്ത് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം അതിന് തരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി കാണുന്നുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണാണ് എന്നും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ, അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു നിരാശയും ഈ വ്യക്തിയിലുണ്ട്. കാരണം നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ടെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ സീക്രറ്റ്സ് നിങ്ങളോട് തുറന്ന് പറയാറുണ്ട്. കാരണം നിങ്ങളോട് എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവനേക്കാൾ വില കൊടുത്ത് നിങ്ങളത് കാത്തു സൂക്ഷിക്കും എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിലുണ്ട്. അപ്പോൾ എന്തും തുറന്ന് പറയാം, അത് മൂന്നാമതൊരാൾ അത് അറിയില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളെക്കുറിച്ചിട്ട് ഈ വ്യക്തിയിലുള്ളതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വിശ്വാസം, ആ ഒരു ഫെയ്ത്ത്, ആ ഒരു ട്രസ്റ്റ് ഈ വ്യക്തിക്ക് നിങ്ങളിലുണ്ട് എന്നുള്ളതും. അതേപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഒത്തിരി ഉയരത്തിലെത്താം എന്നുള്ളൊരു ഒത്തിരി ഉയരത്തിലെത്താനുള്ളൊരു കഴിവുണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ, അതായത് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അതേപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ജോലി സംബന്ധമായിട്ട് കരിയറിലും ഫിനാൻസിലും ഒത്തിരി നിങ്ങൾ ഉയരണം എന്നുള്ളതും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതും. അപ്പോൾ പല കാര്യങ്ങളിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ശുദ്ധരാണെന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് പൈസയ്ക്ക് അതായത് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ കൂടി ആളുകൾ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ശുദ്ധരായതുകൊണ്ട് മറ്റുള്ളവർ പറ്റിക്കും എന്നുള്ളൊരു ചിന്തയും വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോൾമേറ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരു സൗഹൃദമാകാം, ചില ആളുകൾ അത് പ്രണയവുമാകാം. കാരണം ഇതൊരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പോ റൊമാൻസ് ചെയ്തോ ആവാം. കാരണം പാർട്ട്ണർഷിപ്പ് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ലെവലോ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് രണ്ടിനുള്ള ചാൻസസും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ്. അതൊരു എന്താ പറയുക, ട്രസ്റ്റ് വർത്തി, ഏത് തരത്തിലും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളെ ആ ഒരു ഏത് തരത്തിലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് ഭാവിയിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഒരു ബിസിനസ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിനും ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ്. ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 2. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. 2 of Swords energy, 10 of Swords, World card, 10 of Pentacles, and last card വന്നിട്ട് King of Pentacles energy. ഫസ്റ്റ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ഉള്ള ഒരു വ്യക്തിയാണ്, ദൈവഭക്തി ദൈവാനുഗ്രഹമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അപാരമായിട്ടുള്ള ദൈവാനിധ്യം അല്ലെങ്കിൽ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തുന്നു, പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് പലതും ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ലതായിട്ട് വരും എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത, ചെറിയൊരു തരത്തിലുള്ളൊരു അസൂയ വേണമെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്ന് പറയാം. കാരണം ആഗ്രഹിച്ച പോലെ എല്ലാം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരാൾ ചിന്തിക്കുന്നത്. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് എത്തുന്നു. എന്നാൽ ആ ഒരു ലെവലിലേക്ക് എത്താനും മാത്രമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ചെറിയൊരു അസൂയ കലർന്നൊരു ഫീലിംഗ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒരു ബ്ലെസ്ഡ് സോളാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും അത് നല്ലതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ലെവലിലേക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കെല്ലാം പോസിറ്റീവാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചിറങ്ങി ഉടനെ ജോലി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയതാവാം, സാമ്പത്തിക സാഹചര്യങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ലൈഫിൽ ഒത്തിരി നിങ്ങൾക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് ഭാഗ്യം കൊണ്ടാണ് എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട്. പിന്നെ 2 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 2 of Swords എനർജി കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു കഴിവ്, അതായത് പ്രത്യേകിച്ച് തീരുമാനമെടുക്കാൻ അങ്ങനെ വലിയ കഴിവൊന്നും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ വ്യക്തി വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഒത്തിരി ടെൻസ്ഡ് ആവും. തീരുമാനമെടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വളരെ ബ്ലോക്ക്ഡ് ആണ്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ബ്ലോക്ക്ഡ് ആണെന്നൊക്കെ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കാണേണ്ടുന്ന രീതിയിലൊന്നും പലതും കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രഷ് ആംഗിളിൽ കാര്യത്തെ കാണാനോ സമീപിക്കാനോ പറ്റുന്നില്ല. എന്നിരുന്നാലും എല്ലാം നിങ്ങളുടെ രീതിക്ക് വരുന്നു. കാരണം നിങ്ങൾ ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണ് എങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ നിങ്ങൾ പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടും നിങ്ങൾക്കൊരു പ്രത്യേക ചാമുണ്ട്, എല്ലാവരും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അത്രയും കഴിവൊന്നും ഇല്ല എന്നിരുന്നാലും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്തോ ഒരു പവർ ഉണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് ബ്ലെസ്സിങ് ആണ്, ദൈവാനുഗ്രഹം, ലക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു വ്യക്തി അതിനെ നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഏതൊരു കാര്യത്തിനും ഒരു സംശയം അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി, എല്ലാത്തിനും ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയിൽ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യില്ല. നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും അതിന് മൊത്തം സംശയങ്ങളാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ വ്യക്തിയെങ്കിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിനും ഏതിനും സംശയങ്ങളാണ്, ആവശ്യമില്ലാത്തതാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയാകാം. അത് ഇനി സൗഹൃദത്തിലായാലും ഏത് രീതിയിലായാലും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട്
10 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു ഈ വ്യക്തിക്ക് നിങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡ്രാമ, ഈ ഒരു നിങ്ങൾ മാറിപ്പോകുമ്പോൾ ഡ്രാമ അങ്ങനെ കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുമ്പോഴേക്ക് ഈ വ്യക്തി പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വളരെ ഒരു ഡ്രാമ കിങ് അല്ലെങ്കിൽ ഡ്രാമ ക്വീൻ ആണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടുതൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്ന് പറയുന്നത് അസൂയ കലർന്നൊരു സ്നേഹം എന്ന് പറയാൻ അല്ലെങ്കിൽ കറ കലർന്നൊരു സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഭാഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു ഭാഗ്യം അവരിലേക്കും എത്തും എന്നുള്ളൊരു ചിന്തയിലും കൂടെ ആകാം എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ 10 of Swords എനർജി ആൻഡ് വേൾഡ് കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലേ, കാരണം ഇവിടെ നിങ്ങൾ വിക്റ്റിമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് നമ്മൾ പറയുമല്ലോ ഭാഗ്യമുള്ള നക്ഷത്രം എന്നൊക്കെ പറയുന്ന ചില ആളുകൾ അവരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരാനാണെന്നൊക്കെ പറയുന്ന പോലെ ചില ആളുകൾ നക്ഷത്രം നോക്കാറുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ന ആളുടെ നക്ഷത്രം ഇതാണ്, ഓക്കെ ആ വ്യക്തി നല്ല ഭാഗ്യമാണ് എന്നറിയുമ്പോൾ അവരെ കൂടെ നിർത്തും. കാരണം ഭാഗ്യം കൊണ്ടുവരാൻ വേണ്ടി മാത്രം കൂടെ നിർത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചിന്തയാവാം ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇതൊരു ട്വിൻ ഫ്ലെയിം ആകാൻ കാരണം അവർ നിങ്ങളെ പല രീതിയിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധമാകാം. അപ്പോൾ അത് നിങ്ങളെ പല രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ആ ഒരു രീതിയിലാണത് കൂടുതലായിട്ട് കാണുന്നത്. നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ കാണുന്നു, അതായത് ഒരു തരത്തിൽ ഇതൊരു നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ഒരു കംപ്ലീഷൻ ഫേസ് എന്നുള്ള രീതിയിൽ ഇതിനെ പറയാം. നിങ്ങളുടെ ലൈഫിൽ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ് ഈ വ്യക്തി എന്ന് പറയാം. കാരണം ഈ ഒരു വ്യക്തി ജീവിതത്തിൽ വരുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോ പ്രണയിക്കുന്നവരാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടോക്സിസിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അത് ഏത് റേഞ്ച് വരെയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ടോക്സിസിറ്റി എന്നുള്ള രീതിയിൽ ചെറിയൊരു സെൽഫിഷ്നെസ്സിലേക്കാണ് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ മറ്റർത്ഥത്തിൽ നിങ്ങൾക്ക് ഫീൽ ഗുഡ് ഉണ്ടെങ്കിൽ, അല്ലാത്ത പക്ഷം ഇവര് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ. ഇതൊരു മോട്ടിവേഷൻ അല്ല നിങ്ങളുടെ ലൈഫിലെങ്കിൽ ഇത് എൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എഗെയിൻ 10 of Swords, 10 of Pentacles, വേൾഡ് കാർഡ്, എല്ലാ കാർഡ്സും നിങ്ങളുടെ ഈ ഒരു എൻഡിങ് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കാലാകാലം നിലനിൽക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കാണുന്നില്ല. അതേസമയം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ഇറിറ്റേഷൻസ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഇഫ് യു ഫീൽ ലൗഡ്, അല്ലെങ്കിൽ ബീയിങ് ലൗഡ് എന്നുള്ളതോ, അല്ലെങ്കിൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളൊരു ഫാമിലിയോ ഫ്രണ്ടോ ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ബോണ്ടാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയാകാം. കാരണം ഇവിടെ ഒരു പുറത്ത് ബാഹ്യമായിട്ട് കാണുമ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും ആവാം ഈ ഒരു വ്യക്തി. ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ബിക്കോസ് യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ഒരു സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള പെരുമാറ്റം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി നല്ലൊരു നിലയിലാണെങ്കിൽ ആ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻസെക്യൂർ ആണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഓരോ സിറ്റുവേഷൻസ് ആ ഒരു സിറ്റുവേഷൻസ് ആണ് എന്നുള്ളത് തുറന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രിറ്റൻഡ് ചെയ്യാലോ ഒന്ന് അഭിനയിക്കുകയാണ് നിങ്ങൾ ഫിനാൻഷ്യലി തകർന്നു എന്നുള്ളത് എങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു റിയൽ ഫേസ്, ശരിയായിട്ടുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം സാമ്പത്തികമായിട്ട് നിങ്ങൾ താഴേക്കിടയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത്
അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. വേറൊരു കാര്യങ്ങളൊന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർ ഒഴിഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 3ലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3, നിങ്ങൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് നോക്കി പലരും ഇൻട്രോ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇൻട്രൊഡക്ഷൻ ഈ പിക്ചർ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് 5 ഓഫ് കപ്സ് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ടല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. പല ആളുകളും കുറച്ച് എന്തെങ്കിലുമൊക്കെ ടാരറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് അത് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല. എന്തായാലും റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? പൈൽ നമ്പർ 3. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് വോൺസ് എനർജി, 3 ഓഫ് സോർഡ്സ്, 5 ഓഫ് വോൺസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത് കാർഡ്, 8 ഓഫ് കപ്സ്. ആദ്യം തന്നെ ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി കാര്യപ്രാപ്തിയുള്ള കഴിവുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ കൂടെ സൗഹൃദം സ്ഥാപിക്കാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ ആ ഒരു സൗഹൃദം നിലനിർത്താൻ ഈ ഒരു വ്യക്തി താല്പര്യപ്പെടുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംവദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരേ രീതിയിലുള്ള സെയിം വിഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരേ ലെവലിൽ ചിന്തകൾ, ഒരേ ലെവലിൽ ഒരേ ഫ്രീക്വൻസിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു നമ്മൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നോ പറഞ്ഞിട്ടുള്ള, വളരെ അഡമൻ്റായിട്ട് നോ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ പോലും ആ നോ എസ് ആക്കി മാറ്റാനോ അല്ലെങ്കിൽ എസ് പറഞ്ഞിട്ടുള്ളത് നോ ആക്കി മാറ്റാനോ ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ലൈഫിൽ പുതിയ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യാനും ഒരു നല്ല റിസർച്ചർ അല്ലെങ്കിൽ നല്ലൊരു സ്വന്തമായിട്ട് പല കാര്യങ്ങൾ കണ്ടെത്താനും കണ്ടുപിടിക്കാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു ലെവലിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുകളിലേക്ക് പോകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു നിങ്ങളെക്കുറിച്ചിട്ടൊരു അഭിപ്രായം ഈ വ്യക്തിക്കുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ ഒരു വ്യക്തി വളരെയധികം സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം നിങ്ങളെ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണത്. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്താണ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ ഈ ഒരു സുഹൃത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധമാകാൻ ചാൻസ് ഉണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയേക്കാം എന്നുള്ള ചിന്ത. കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാകാം. അങ്ങനെ ഒരു ചിന്തയും ഈ വ്യക്തിയിലുണ്ട്. നിങ്ങൾ ഒത്തിരി പെട്ടെന്ന് സ്ട്രെസ് ഔട്ട് ആവുന്നൊരു വ്യക്തിയാണ്. ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് ഒക്കെ പെട്ടെന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിലുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ബ്രേക്കപ്പോ അതുപോലത്തെ സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ല എന്നുള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തോന്നുന്നുണ്ട്. മാത്രമല്ല, അഥവാ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരികയാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ അടുത്ത് തിരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നിങ്ങൾ ആളുകളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്കിൽ അതിൽ
കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഈ വ്യക്തിയുടെ സപ്പോർട്ട് എടുക്കുന്നതും ഈ വ്യക്തി പറയുന്നത് കേൾക്കുന്നതും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ നല്ലതായിരിക്കും. റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ച് പുറകോട്ടേക്കായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 5 ഓഫ് വോൺ എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ, ആർഗ്യുമെൻറ്റ്സ്, ഇതൊന്നും നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും വഴക്ക് കാര്യങ്ങളൊക്കെ ഇടാൻ വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. പെട്ടെന്ന് ഓവർവെൽംഡ് ആവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട്. എല്ലാവരെയും കൺവിൻസ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവുണ്ടെങ്കിലും ചില ആളുകൾ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യും അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള അങ്ങനെയൊക്കെ ആളുകളെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂടെ നിന്ന് പോകാൻ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ വഴക്കടിക്കാനോ പ്രശ്നങ്ങളിലേക്ക് പോകാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ചില ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ എന്താ പറയുക, മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഏതെങ്കിലും അടുത്ത സുഹൃത്തോ ഫാമിലി മെമ്പേഴ്സോ ആയിരിക്കും, അത് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വഴക്കിലേക്ക് പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ, ഇപ്പോൾ നമ്മൾ പൊതുവേ ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലുള്ള ചില ആളുകൾ എന്ന് പറയുമ്പോൾ 1-2 വ്യക്തികൾ അവർ വളരെ മാനിപ്പുലേറ്റീവാണ്. അങ്ങനെയുള്ള ആളുകൾ, മാനിപ്പുലേറ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് ഒരിക്കലും, കാരണം അവർ എന്ത് പറഞ്ഞാലും സമ്മതിച്ച് തരില്ല, അവർ ആർഗ്യുമെൻറ്റിലേക്ക് പോകും. നിങ്ങൾക്കാണെങ്കിൽ ആർഗ്യുമെൻറ്റ് ഇഷ്ടമില്ല. ചിലപ്പോൾ നിങ്ങളൊരു ലിബ്ര എനർജി ആയിരിക്കാം, ഇപ്പോൾ തുലാം രാശി എന്ന് പറയുന്നത് ബാലൻസ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു രീതി ചിന്തിക്കുന്നതും അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് കൂടിയാണ്. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ഒരു എന്താ പറയുക, മറ്റുള്ളവരെ നല്ല രീതിയിൽ ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിയിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യും. ഒരു പക്ഷേ കുക്കിംഗ് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, നന്നായിട്ട് ബേക്ക് ചെയ്യുകയോ കുക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യമൊക്കെ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളോടത് പറഞ്ഞിട്ടും ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതും. നിങ്ങളെ അതേപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, നിങ്ങളുണ്ടാക്കിയ ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിലുണ്ട്. ഒരു പക്ഷേ ഈ വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങളുണ്ടാക്കിയ ഫുഡൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതേപോലെ നിങ്ങളുടെ ലോകം, നിങ്ങളുടെ വീടെന്ന് പറയുന്നത് നല്ല രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളൊരു വ്യക്തിയാണെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. അപ്പോൾ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പക്ഷേ അതൊന്ന് തിരിച്ചു വരാനായിട്ടും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതും, കാരണം വളരെ സെൻസിറ്റീവ് ആണെന്നുള്ളൊരു ചിന്തയും ഉണ്ട്. ലൈഫിൽ ചേഞ്ചസ് അനിവാര്യമാണ്, പക്ഷേ നിങ്ങൾ ചേഞ്ചിനെ അധികം നല്ല രീതിയിൽ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പുതിയൊരു ജീവിതം, പുതിയ ഒന്ന് കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കില്ല. കാരണം അതാണ് ജീവിതം, ഇനി അതിൽ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ പോവുക. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായാൽ പോലും നിങ്ങൾ അതിന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഓൾഡ് വേ ഓഫ് ലിവിങ് അത് തന്നെ ജീവിച്ച് തീർക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു മാറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന്. അപ്പോൾ 8 ഓഫ് കപ്സ് എനർജി കൂടിയാണ്. നെക്സ്റ്റ് വന്നിട്ടൊരു വളരെയധികം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് അനിവാര്യമാണ്, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമാണ്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതിന് ഈ ഒരു വ്യക്തി പരിശ്രമിക്കുന്നുണ്ടാവും. കാരണം ഇറ്റ്സ് ടൈം ടു ടേക്ക്, എന്താ പറയുക, ഒരു സ്റ്റെപ്പ് എടുക്കുക നിങ്ങൾ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയാൽ അത് എങ്ങനെയും നിലനിർത്തണം എന്നുള്ളൊരു ചിന്തയാണ്. അത് നല്ല കാര്യമാണ്. പക്ഷേ ചില വ്യക്തികൾ എന്തൊക്കെ ചെയ്തിട്ടും നേരെ ആവില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ നോക്കാതിരിക്കുക എന്നുള്ളതാണ്.
പിന്നെ നിങ്ങൾക്ക് യു ആർ നോട്ട് റെഡി ടു ടേക്ക് ടൈം ഔട്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം വേണം. നിങ്ങൾക്കൊരു വെക്കേഷനോ നിങ്ങൾക്ക് യാത്രകളോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലൊന്ന് റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തയും വ്യക്തിയിലുണ്ട്. പക്ഷെ നിങ്ങൾ അതിനോട് ടൈം എടുക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ആ ഒരു രീതിയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു സെൽഫ് കെയർ, സെൽഫ് ലവ് ആവശ്യമുണ്ട് എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.